everyone, welcome back to English Ladder. Have you ever felt English is a complicated language? Then I would say you are a normal person because ഈ CH എന്നുള്ളൊരു കോമ്പിനേഷൻ തന്നെ എടുക്കാം. അതിൽ ച ഉണ്ടല്ലേ ചൈന, അല്ലെങ്കിൽ ഖ ഉണ്ട് ക്യാരക്ടർ, അതല്ലെങ്കിൽ ഷാംപെയിൻ എടുത്ത് നോക്കിയാൽ അതും CH ആണ്. അപ്പോൾ പല തരത്തിലാണ്. സോ ഇറ്റ് ഇസ് വെരി കോംപ്ലിക്കേറ്റഡ് എന്ന് നമുക്ക് തോന്നും. ഇതുപോലെ തന്നെ ചില ലെറ്റേഴ്സ് ഒളിഞ്ഞിരിക്കും. അതായത് ലെറ്റേഴ്സിൽ ഒരു വേർഡിൽ ആ ലെറ്റേഴ്സ് ഉണ്ടാവും, പക്ഷേ അതവിടെ പ്രൊനൗൺസ് ചെയ്യില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ലെറ്ററിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സോ ആർ യു റെഡി? ലെറ്റ്സ് ബിഗിൻ ദ വീഡിയോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ലെറ്റർ എന്ന് പറയുന്നത് W ആണ്. അപ്പോൾ ഞാൻ പ്രൊനൗൺസ് ചെയ്തത് യു മൈറ്റ് ഹാവ് നോട്ടിസ്ഡ് ഇറ്റ് ഇസ് നോട്ട് W. ഓക്കെ, ഇറ്റ് ഇസ് W. ഓക്കെ, രണ്ട് യു ഇടണ പോലെയാണല്ലേ. സോ വി പ്രൊനൗൺസ് ദ ലെറ്റർ ആസ് W. ഇനി ഓരോ ലെറ്റേഴ്സിനും ഓരോ സൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഈ ലെറ്ററിനും. അതിൻ്റെ സൗണ്ട് എന്താണെന്നറിയോ? ദാറ്റ് ഇസ് വ. ഓക്കെ, വാട്ടർ, വൈ, വെൻ. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ഈ വേർഡ്സ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അതിൻ്റെ സൗണ്ട് ഇസ് വ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ലെറ്റർ ഞാൻ പറഞ്ഞു W ആണ് എന്നുള്ളത്. അപ്പോൾ നമുക്കിനി വേർഡ്സിലേക്ക് കിടക്കാം. ഓക്കെ, ദ ഫസ്റ്റ് വൺ, നമ്മളുടെ ആരെയും കയ്യിലൊരു ഫോട്ടോ കാണാമെന്ന് വയ്ക്കാം. നമ്മൾ ഓടിപ്പോയി ചോദിക്കില്ലേ, ആരുടെ ഫോട്ടോ അത്, ആരാ അത്? ഹൂ ഇസ് ദാറ്റ്? ഹൂസ് ഫോട്ടോ ഇസ് ദാറ്റ്? ഹൂസ്. ഓക്കെ, അവിടെ നമ്മൾ WHO എന്നാണെങ്കിലും പ്രൊനൗൺസ് ചെയ്യുന്നത് ഹൂ എന്നാണ്. സെയിം ആണ് ഹൂസ് എന്നുള്ളതും, ആരുടെ അല്ലെങ്കിൽ ആര് എന്നുള്ളതിൽ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. നമ്മളിപ്പോൾ ഒരാൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ചോദിക്കാം, വാട്ട്സ് ഹി ഡൂയിങ്? ഹി ഈസ് റൈറ്റിംഗ്. റൈറ്റ്, WRITE, റൈറ്റ്. അവിടെയും നമ്മൾ ഈ W എന്നുള്ള ആ ഒരു ലെറ്റർ പ്രൊനൗൺസ് ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ടിപ്പ് തരാം. whenever you have the letter R next to W, you don't pronounce W. കൺഫ്യൂഷൻ ആക്കണ്ട. റൈറ്റ്, WRITE. റോങ്, WRONG. അപ്പോൾ ഇതിലൊക്കെ W ശേഷം നമുക്ക് വരുന്ന ലെറ്റർ R ആണ്. പക്ഷേ വി ആർ നോട്ട് പ്രൊനൗൺസിങ് ദാറ്റ് പെർട്ടിക്കുലർ ലെറ്റർ. എക്സാം എഴുതി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ പറയാണ് ഓൾ ആൻസേഴ്സ് ആർ റോങ്. ആൻസർ എന്നുള്ളതും റോങ് എന്നുള്ളതും രണ്ടിലും W ഒളിഞ്ഞു കിടക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ആളുണ്ടെന്നേ ഉള്ളൂ, നമ്മൾ അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ഒരാൾ നമ്മൾ സമയം ചോദിക്കുക, നമ്മൾ ഉടനെ എവിടെ നോക്കും? കൈ നോക്കും അല്ലേ. കയ്യിൽ എവിടെയാണ് നോക്കുന്നത്? റിസ്റ്റ് അല്ലേ. റിസ്റ്റിൽ കെട്ടണ വാച്ച് ആയതുകൊണ്ടാണ് വി സേ ഇറ്റ് ആസ് റിസ്റ്റ് വാച്ച്. ഓക്കെ, സോ there also R is coming next to W, so we don't pronounce that letter there. Wrist is this, so that is why it is called wrist watch. ഇനി ഈ ഒളിഞ്ഞു കിടക്കുന്ന ലെറ്റേഴ്സിൻ്റെ ആവശ്യം എന്താണെന്ന് നിങ്ങൾ ചോദിക്കും. അപ്പം ഞാൻ അത്യാവശ്യം ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ അത്യാവശ്യം കൺവിൻസിങ് ആയിട്ടുള്ളൊരു ആൻസർ എനിക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ വൈൽ റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഓക്കെ, കാരണം ഈ ഹോമോഫോൺസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലേ, സെയിം പ്രൊനൗൺസിയേഷൻ ബട്ട് ഡിഫറെൻറ്റ് സ്പെല്ലിങ്സ്. അതിൻ്റെ സ്പെല്ലിംഗ് വ്യത്യാസമാക്കിയിട്ടുള്ളത് ഇങ്ങനെ മനസ്സിലാവാനാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇഫ് ഐ എം സെയിങ് ഹോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും അല്ലേ. ഈ ഓട്ട എന്നുള്ളൊരു അർത്ഥമുണ്ട്, അതല്ലാണ്ട് ഹോൾ തിങ് എല്ലാം കൂടെ ഒരുമിച്ച് എന്നുള്ളൊരു അർത്ഥമുണ്ട്. അതെങ്ങനെ നിങ്ങൾ മനസ്സിലാക്കും? വെൻ യു സേ യു വോണ്ട് ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ, ബട്ട് വെൻ യു സീ, വെൻ യു റീഡ് ഓർ റൈറ്റ് ഇറ്റ് ഈസ് ഈസി. ഹോൾ വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? ലോകം മുഴുവനും. അതല്ല നമ്മളിപ്പോൾ ഒരു ഹോളിനെ കുറിച്ചാണ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ജസ്റ്റ് ഒരു നോർമൽ ഹോൾ, ഓർ ഡീപ്പ് ഹോൾ ഓൺ ദ ഗ്രൗണ്ട് എന്ന് പറയാം. ഓക്കെ, അതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നു. സോ എനിക്ക് അത്യാവശ്യം കൺവിൻസ്ഡ് ആയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത്, രാജാക്കന്മാരുടെ കയ്യിലൊക്കെ ഒരു സാധനം ഉണ്ടാവില്ലേ, ഈ ഒരു യുദ്ധമൊക്കെ കാണിക്കുമ്പോൾ ടി വിയിൽ കാണാം, ഉടനെ വലിച്ചങ്ങോട്ട് എടുക്കുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് സ്വേർഡ് എന്നാണോ? സ്വേർഡ് അല്ല കേട്ടോ, അവിടെയും W ഒളിഞ്ഞിരിക്കുന്ന ഒരാളാണ്, വളരെ സൈലൻ്റ് ആണ്. സോഡ് എന്നേ ഉള്ളൂ, അതിന് സോഡ് എന്നേ പറയുള്ളൂ, സ്വേർഡ് നമ്മൾ ഒരിക്കലും പറയില്ല. ഓക്കെ, ഇനി അടുത്തത് നമ്മളുടെ ആൾക്കാർ, ഇപ്പോൾ പ്രത്യേകിച്ച് ലേഡീസിൻ്റെ കാര്യത്തിലാണ് ഞാനത് ഒരുപാട് ശ്രദ്ധിച്ചിട്ടുള്ളത്. ഒരു പ്രായം കഴിയുമ്പോൾ പറയും മുഖത്തൊക്കെ ചുളിവാണല്ലോ എന്ന് പറയില്ലേ, വളരെ സങ്കടമുള്ളൊരു കാര്യം കൂടെയാണ്. സോ ദാറ്റ് ഈസ് കോൾഡ് റിങ്കിൾസ്. ഓക്കെ, റിങ്കിൾസ് അഗെയിൻ അവിടെയും W ശേഷം R ആണ് വരുന്നത്. സോ അവിടെ വീണ്ടും അതിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നില്ല. സോ ദാറ്റ് ഈസ് കോൾഡ് റിങ്കിൾസ്. ഐ ഹാവ് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് റിങ്കിൾസ് ഓൺ മൈ ഫേസ് എന്ന് പറയില്ലേ, കുറച്ച് വയസ്സാകുമ്പോഴേക്കും തുടങ്ങും, അത് ഭയങ്കര കോംപ്ലക്സ് ഉണ്ടാക്കുകയും ചെയ്യും അല്ലേ. സോ ദാറ്റ് ഈസ് റിങ്കിൾസ്. ഡോണ്ട് ഫോർഗെറ്റ് ദ വേർഡ്. ഇനി നമ്മൾ കുറേ ചെറിയ കുട്ടികളെയൊക്കെ കാണുന്ന സമയത്ത് എപ്പോഴും ഒരു ബ്ലാങ്കറ്റ് ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടിയാൽ കൊണ്ടുപോകാല്ലേ എല്ലാവരും. ഒന്നില്ലെങ്കിൽ പൊല്യൂഷൻ വേണ്ട, അല്ലെങ്കിൽ വല്ല തണുക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനെന്താ പറയാമെന്നറിയോ? റാപ്പ്.
you wrap the baby in a blanket. Okay, you always wrap the baby in a blanket. അപ്പോൾ അതാണ് അടുത്ത വാക്ക്, which is wrap. WRAP. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളിന്ന് ഒരുപാട് വാക്കുകൾ പഠിച്ചു. അത് ഈ W ഒളിഞ്ഞു കിടക്കുന്ന എല്ലാ വാക്കുകളൊന്നും ആയിട്ടില്ല. ഇനി ഒരുപാട് വാക്കുണ്ട്, അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. So if you want us to do more videos on certain topics, you can always comment below. Okay, we would be happy to do it for you. So until we meet next time, bye bye, take care.